ഗോപലോകമകുടാവതം സമണി നന്ദഗോപരുടെ പത്നിയാം ഗോപികാകുലകലാപമാകിന യശോദ തന്നുദര കന്ദരെ ചെന്നിരുന്നധ ജനിക്യനീ ജനനപാശനാശരജനോന്മുഖേ നന്നു നന്ദിതു നിനക്കെടോ നിഖില വന്ദനീയ ചരണാംബുജേ. കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളത്തിലെ ശ്ലോകം ഇവിടെ ചൊല്ലിയിരിക്കുന്നത് തൃശ്ശൂർ തൈക്കാട്ടുശ്ശേരി സ്വദേശി 7ാം ക്ലാസ്സുകാരി ആരാധ്യ എസ് വാര്യർ. ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് ഒപ്പം യശോദയുടെ ഉദരത്തിൽ ജനിക്കേണ്ട മായാഭഗവതിയെ വിഷ്ണു ഭഗവാൻ പറഞ്ഞുവിടുന്ന രംഗമാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ഗോപലോകമകുടാവതം സമണി, ഗോപലോകത്തിൻ്റെ മകുടത്തിന് അവതംസമണിയായിട്ടുള്ള, അവതംസത്തിൻ്റെ ശിരോഭൂഷണം, ഗോപലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള നന്ദഗോപരുടെ പത്നിയാം ഗോപികാകുലകലാപമാകിന യശോദ തന്നുദര കന്ദരെ. ഗോപികമാരുടെ കുലത്തിന് ഉത്തമഭൂഷയായിട്ടുള്ള യശോദയുടെ ഉദരകന്ദരത്തിൽ, കന്ദരം ച ഗുഹ, ചെന്നിരുന്നധ ജനിക്ക നീ ജനനപാശനാശരചനോന്മുഖേ. ജനനപാശത്തിന് നാശമുണ്ടാക്കുന്നവളായ മായാഭഗവതി, നന്നു നന്ദിതു നിനക്കെടോ നിഖില വന്ദനീയ ചരണാംബുജേ. അതാവും നന്നാവുക. നിഖില വന്ദനീയ ചരണാംബുജമുള്ളവളെ, എല്ലാവരും വന്ദിക്കുന്ന ചരണാംബുജമുള്ളവളെ, നീ യശോദയുടെ വയറ്റിൽ പോയി ജനിക്കുക. ആ സമയത്ത് ദേവകിയുടെ വയറ്റിൽ വിഷ്ണുവിൻ്റെ അംശാവതാരമായി ശ്രീകൃഷ്ണൻ ഉണ്ടാവും. എന്നിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നന്ദഗോപുര വയ്ക്കുന്ന ഒരു കഥയാണ് ഇതിനകത്ത് സൂചിതമായിട്ടുള്ളത്. അതിന് തൊട്ട് മുൻപുള്ള രംഗം വിവരിക്കുന്ന ശ്ലോകമാണിത്. ഗോപലോകമകുടാവതം സമണി നന്ദഗോപരുടെ പത്നിയാം ഗോപികാകുലകലാപമാകിന യശോദ തന്നുദര കന്ദരെ ചെന്നിരുന്നധ ജനിക്യനീ ജനനപാശനാശരജനോന്മുഖേ നന്നു നന്ദിതു നിനക്കെടോ നിഖില വന്ദനീയ ചരണാംബുജേ.